രാജ്യത്ത് പെട്രോൾ, ഡീസൽ വിലയിൽ ഉടനടി കുറവ് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞ് കേന്ദ്ര പെട്രോളിയം പ്രകൃതി വാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി രംഗത്ത്. വരും ആഴ്ചകളിലും ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞു തുടരുകയാണെങ്കിൽ മാത്രം ഇന്ധനവില കുറക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് അസംസ്കൃത എണ്ണവിലയിൽ വൻ വർധനവുണ്ടായ ഘട്ടത്തിൽ ജൂൺ 30 വരെയുള്ള കാലയളവിൽ പൊതുമേഖലാ എണ്ണക്കമ്പനികൾക്ക് 74,781 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി മന്ത്രി ചൂണ്ടിക്കാട്ടി. ആഗോള വിപണിയിൽ വില കുറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ സംഭരിച്ച എണ്ണയാണ് നിലവിൽ ഉപയോഗിക്കുന്നത്. അതിനാൽ വിലയിലെ കുറവ് അടുത്ത 2-3 മാസത്തേക്ക് കൂടി തുടർന്നാൽ മാത്രമേ അന്തിമ തീരുമാനമെടുക്കാൻ സാധിക്കൂ. വികസിത രാജ്യങ്ങളിൽ ഇന്ധനവില 20%-വും അയൽരാജ്യങ്ങളിൽ 35%-ത്തോളവും ഉയർന്നപ്പോൾ ഇന്ത്യയിൽ അത് 5.58% മാത്രമായിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. നയാര പെട്രോൾ, ഡീസൽ വില കുറച്ച നടപടിയെക്കുറിച്ചും മന്ത്രി പ്രതികരിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ ലിറ്ററിന് 5 രൂപ വർദ്ധിപ്പിച്ചവർ ഇപ്പോൾ അത് പിൻവലിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ പൊതുമേഖലാ കമ്പനികൾ അക്കാലയളവിൽ വില വർദ്ധിപ്പിക്കാൻ തയ്യാറായിരുന്നില്ലെന്ന് ഹർദീപ് സിംഗ് പുരി ഓർമ്മിപ്പിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.